വ്യാകരണ കൃതികളെക്കുറിച്ച് പാർട്ട് 1 ചെയ്തിട്ടുണ്ട്. ഇത് പാർട്ട് 2 ആണ്, എളുപ്പത്തിൽ പഠിക്കാം. ഗ്രാമർ ഓഫ് ദി മലയാളം ലാംഗ്വേജ് എന്ന് പറയുന്ന കൃതി 1841 വയസ്സായിട്ടുള്ള ജോസഫ് പീറ്റ് എഴുതി. ഓക്കെ, പീറ്റ് കറക്റ്റ് എന്നുള്ളൊരു വേർഡ് ഓർമ്മിക്കുക. അതായത് ഗ്രാമർ എല്ലാം നോക്കി മലയാളം ലാംഗ്വേജിൻ്റെ എല്ലാ ഗ്രാമർ കറക്റ്റായിട്ട് ചെയ്ത ആൾ 41 വയസ്സുകാരനായിട്ടുള്ള ആൾ ജോസഫ് പീറ്റ് 1841. ഓക്കെ, ഗ്രാമർ ഓഫ് ദി മലയാളം ലാംഗ്വേജ് 1841 ജോസഫ് പീറ്റ്. അതായത് അടുത്ത് മലയാള ഭാഷാ വ്യാകരണം, മലയാളത്തെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചതും ആദ്യ കൃതിയായിട്ടുള്ള രാമചരിതത്തെക്കുറിച്ചൊക്കെ പഠിച്ചത് ആരാ? ഗുണ്ടർട്ടാണ് അല്ലേ. അപ്പം ഗുണ്ടർട്ടിൻ്റെ ആ ഒരു കൃതി ആണ് മലയാള ഭാഷാ വ്യാകരണം 1851. നെക്സ്റ്റ് ദ്രാവിഡ ഭാഷാ വ്യാകരണം. ദ്രാവിഡം എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ കാൽഡ്വലിനെ ഓർമ്മിക്കുക. ഓക്കെ, ദ്രാവിഡം കാൽഡ്വൽ, ആ ഒരു ഡ എന്ന് പറയുന്ന ഒരു കണക്ഷൻ ഓർക്കുക. ദ്രാവിഡ ഭാഷാ വ്യാകരണം 1856 കാൽഡ്വൽ. ഓക്കെ, മലയാള വ്യാകരണ ചോദ്യോത്തരം 1860. നമുക്ക് ഫുൾ മാർക്ക് വേണമല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ഡൗട്ട് വരും. അപ്പോൾ അവിടെ കുറേ ചോദ്യോത്തരങ്ങളൊക്കെ ഉണ്ടാവും. ആ ചോദ്യോത്തരങ്ങൾക്ക് നമുക്ക് ഫുൾ 60 മേടിക്കണം. അപ്പോൾ എന്താണ്, കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചത്. അപ്പോൾ ഗുണ്ടർട്ട്, അപ്പോൾ ആ ബുക്കിൻ്റെ കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിൽ ഓർമ്മിക്കുക. മലയാള വ്യാകരണ ചോദ്യോത്തരം 1860 ഗുണ്ടർട്ട്. എസെൻഷ്യൽസ് ഓഫ് മലയാളം ഗ്രാമർ ഡെഡ്യൂസ്ഡ് ഫ്രം ദ സെൻറ്റൻസ്. ഇവിടെ ഡെഡ്യൂസിൻ്റെ വാക്കിൻ്റെ അർത്ഥം എന്താ? ഇംഗ്ലീഷിൽ വേർഡ് മീനിങ് വരുന്നത് കുറയുക എന്നുള്ള മീനിങ് ആണ്. എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻറ്റ് എന്നുള്ളൊരു മീനിങ് വരും. അപ്പോൾ 1867 ആ എസെൻഷ്യൽ 67 എന്നുള്ള കണക്ഷൻ നിന്ന് 47 നമുക്കൊരു സ്വാതന്ത്ര്യദിനം എന്നുള്ള കണക്ഷൻ 1867. ഗാർത്ത് വെയിറ്റ്. ഓക്കെ, അതായത് റെഡ്യൂസ്, ഒന്നിന് കുറവ് സംഭവിക്കുമ്പോൾ നമ്മൾ കൂടുതലാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും അല്ലേ. കാത്ത് വെയിറ്റ് എന്നൊക്കെ ഉള്ളത് വേർഡ് ഓർമ്മിക്കുക. ഗാർത്ത് വെയിറ്റ്. ഓക്കെ, ഒന്ന് റെഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് കൂടുതൽ നല്ല ഒരെണ്ണം വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും. നമുക്ക് ഗാർത്ത് വെയിറ്റ് 1867. ഓക്കെ, എസെൻഷ്യൽസ് ഓഫ് മലയാളം ഗ്രാമർ റെഡ്യൂസ്ഡ് ഫ്രം ദ സെൻറ്റൻസ് 1867 ഗാർത്ത് വെയിറ്റ്. എ പ്രോഗ്രസീവ് ഗ്രാമർ ഓഫ് ദ മലയാളം ലാംഗ്വേജ്. ഓക്കെ, എ പ്രോഗ്രസീവ് ഗ്രാമർ ഓഫ് ദി മലയാളം ലാംഗ്വേജ്. ഇവിടെ പ്രോഗ്രസീവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് വേർഡ് മീനിങ് ഓർമ്മിക്കുക. അപ്പോൾ 1889 ഫ്രാൻ മേയർ. ഓക്കെ, മേയർ എന്ന് പറയുമ്പോൾ ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആളാണല്ലോ മേയർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോഗ്രസീവ്, മേയർ, ആ ഒരു വാക്ക് ഓർമ്മിക്കുക. അതുപോലെ ഫോൺ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഫ്രാൻ മേയർ എന്ന് പറഞ്ഞാൽ ഓർമ്മിച്ച് വെക്കുക. 1889.